ചിന്നു 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 മേഘന ചിന്നു ഡാർലിംഗ്. എന്താടാ എന്റെ നീത്തി ചിന്നു എന്ന് പേര് പറഞ്ഞു വിളിക്കുന്നത്? ഡാർലിംഗ്, നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്താ? ഇവിടുത്തെ മേഘന ആരെന്നറിയോ? എന്റെ ചിന്നുവാ. കൊച്ചിയിൽ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്നതാ ചിന്നു. ഡാർലിംഗ്, എന്റെ പേര് മുന്നേ എന്നാ. ഞാൻ ലണ്ടനിൽ നിന്ന് വന്നത് മുന്നേ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ. മുന്നയോ? ഞാൻ ചിന്നുവിന് വേണ്ടിയിട്ടാ 12 വർഷം നാട് വിട്ടു പോയത്. പക്ഷെ നിങ്ങളുടെ പെങ്ങളാണ് ചിന്നു എന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നപ്പോ നിങ്ങൾ രക്ഷിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഐ ലവ് യു ഡാർലിംഗ്. സീരിയസ്ലി ഐ ലവ് യു ഡാർലിംഗ്. ഐ ലവ് യു ഡാർലിംഗ്. ചിന്നു, എന്റെ ചിന്നു എവിടെയാ? ചിന്നു. അല്ല, എന്നെ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? ഐ ലവ് യു ഡാർലിംഗ്. ഞാൻ പറഞ്ഞ എന്തും ചെയ്യുമോ? എന്താ ചെയ്യണ്ടേ? എന്നാ നീയാണ് മുന്നെന്നുള്ള കാര്യം ഒരിക്കലും ചിന്നുവിനോട് പറയരുത്. അതെന്താ? മുന്ന, കുഞ്ഞുനാൾ മുതലേ എൻ്റെ പെങ്ങൾക്ക് എന്നോട് എപ്പോഴും ദേഷ്യമായിരുന്നു. ചിന്നു എന്നോടൊപ്പം കഴിയാതെ ചെറിയച്ഛൻ്റെ വീട്ടിലാണ് വളർന്നത്. പിന്നീട് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയി. എന്നിട്ട് ഇപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നീയാണ് മുന്നേന്നറിഞ്ഞ ചിന്നു ഈ നിമിഷം തന്നെ വീട് വിട്ട് നിന്നോടൊപ്പം ഇറങ്ങി വരും. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ എന്നോടൊപ്പം കഴിഞ്ഞോട്ടെ. അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന എൻ്റെ പ്രതീക്ഷ. ഈ ലോകത്ത് എനിക്ക് അവളല്ലാതെ മറ്റാരുമില്ല. എന്നോട് മരിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ തയ്യാറുണ്ടാളി. പക്ഷെ ചിന്നുവിനോട് എങ്ങനെയാ ഇത് പറയാതിരിക്കുക? നിന്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടടാ. നീ നാട് വിട്ടു പോയതിനു ശേഷം നിന്റെ അച്ഛൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിനക്കത് വെറും കുട്ടിക്കളിയായിരുന്നു. സ്വന്തം മകനെ കാണാതായ ഒരു അച്ഛൻ്റെ ദുഃഖത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ സ്വഭാവം പോലെ തന്നെയാണ് എൻ്റെ പെങ്ങളുടെയും. ഇതുവരെ ഈ ചേട്ടനെ കുറിച്ച് അവൾ ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല. ചിന്നു ഇപ്പൊ എന്റെ കൺമുന്നിൽ കൂടെ നടന്നു പോയപ്പോ നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ പറയാതിരുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം. ശരി, ചിന്നുവിന് വേണ്ടി 12 വർഷം കാത്തിരുന്നു. നിങ്ങൾക്ക് വേണ്ടി 12 ദിവസം കാത്തിരിക്കാം. അതിൽ കൂടുതൽ എന്നെ കൊണ്ട് കഴിയില്ല. ശരി, ഞാൻ മുന്നാന്ന് പറയില്ല. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ലൈൻ അടിക്കാലോ അല്ലേ? എന്താടാ ഈ ലൈൻ എന്ന് വെച്ചാ? അതിപ്പോ പറഞ്ഞുതരാം. ഹലോ, ആരാ? ഹലോ, നിങ്ങളുടെ വോയിസ് കൊള്ളാം. വല്ലതും പറയുന്നേ? ആരോടാ നീ? പിന്നെ പാട്ട് വല്ലതും പാടുന്നേ? നിന്റെ അമ്മയുടെ നാരെടുത്ത് പാടാൻ പറ. വെക്കടാ ഫോൺ. ഇതാണ് ലൈനടി. പക്ഷേ ഡാർലിംഗ്, ചിന്നുവിന്റെ വോയിസ് ഈ ഫോണിൽ എപ്പടി ഇருக்கு தெரியுமா? ഗുരുവായൂരപ്പോ. ചിന്നു ഈ കാര്യങ്ങളൊന്നും അറിയരുത്. ഞാൻ ആ നശിച്ചോമാരെ എങ്ങനെയോ പുറത്തിറക്കിക്കൊണ്ട് വന്നു. ആ നായരോട് പോയി പറഞ്ഞേക്ക് പിള്ളേർ ഉടനെ വീട്ടിലെത്തുന്നു. മക്കളെ, എനിക്ക് ധൈര്യം വന്നടാ. നിങ്ങളെ കണ്ടപ്പോ മുതൽ എനിക്ക് വീണ്ടും പഴയ ധൈര്യം വന്നടാ മക്കളെ. അതേടാ മക്കളെ, ഈ സിറ്റിയിൽ നമുക്ക് ആരും ശത്രുക്കളായിട്ടില്ല. ആകെയുള്ളൊരു ശത്രുവിനെ എത്രയും വേഗം കൊല്ലണം. ശിവാനന്ദനെ, ശിവാനന്ദനെ, ശിവാനന്ദനെ. മുന്നേ നീ എവിടെയാടാ? എവിടെയാണെന്ന് പറയടാ. എക്സ്ക്യൂസ് മീ, ആരാ ഈ മുന്ന? എന്റെ കൂട്ടുകാരന്റെ പേരാ. അവരെ അന്വേഷിച്ചാ ഞാൻ നടക്കുന്നത്. നിങ്ങള് കൊച്ചിക്കാരനാണോ? അതെ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മുന്ന എന്ന് പറയുന്നത് ചെമ്പുമുക്കിലെ മുന്നയാണോ? അതെ. രാജൻ സാറിന്റെ മോനാണോ? നിങ്ങളുടെ പേര് സജി എന്നല്ലേ? അമ്മയുടെ പേരാ.
ഞാനോ? ചിന്നു. ചിന്നുവാ? അയ്യോ എന്റെ അമ്മേ, ഇതെങ്ങനെ സംഭവിച്ചു? അവനെ അന്വേഷിച്ച് വന്നപ്പോ ഇതാ ചിന്നുവിനെ കിട്ടി. നിനക്കൊരു കാര്യം അറിയോ? മുന്നേ ട്രിവാൻഡ്രത്ത് എന്റെ ഉണ്ട്. സത്യാണോ? നീ ട്രിവാൻഡ്രത്ത് ഉണ്ടെന്നറിഞ്ഞ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. നീ ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് നമ്പർ കൊടുത്തില്ലേ? അത് കൊടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സജി മുന്നേ കണ്ടായിരുന്നോ? പിന്നെ കാണാതെ, കണ്ടതും അവനെ ഇങ്ങോട്ട് കയറ്റി അയക്കുകയും ചെയ്തു. സജി ഇപ്പൊ മുന്നേ കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടെന്നോ? ഷോറൂമിൽ നിന്ന് ഇറക്കി വെച്ച പുതിയ ബെൻസ് പോലെ ഉണ്ട്. മുന്നേ എന്താ പഠിച്ചത്? കമ്പ്യൂട്ടേഴ്സ് ആണോ MBA ആണോ? അത്രയൊക്കെ അവനെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? നിന്റെ അത്ര ഹൈറ്റ് ഉണ്ടാവോ? ഹൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്റെ അത്ര സൗന്ദര്യമില്ല. സജി, എന്നെ നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ? കുറച്ച് ഓർമ്മയുണ്ട്. എന്താണെന്നറിയോ, നിന്റെ വീടിന്റെ അടുത്ത് ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നില്ലേ? അങ്ങേർക്ക് 4 കിളുന്ന് പെമ്പിള്ളേരുണ്ടായിരുന്നു. അവരെ നോക്കി നടന്നുകൊണ്ട് നിന്നെ നോക്കാൻ പറ്റിയില്ല. താങ്ക്സ് സജി. ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല. നിങ്ങളെ ഒന്നിപ്പിക്കാണ് എന്റെ ലക്ഷ്യം. മുന്നാ. അയ്യോ. ശ്ശോ, നിന്റെ നമ്പർ ഇങ്ങിതാ. ഇന്ന് മുതൽ നമുക്ക് ഒരുമിച്ച് അവനെ അന്വേഷിക്കാം. ഓക്കെ? Done. യാ. Yes. ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയുള്ളൂ. ചിന്നുമോളെ, എവിടെയാടി പോയേ? ഫോണൊന്ന് എടുത്ത്. അല്ല, എന്തെങ്കിലും പറയണ്ടേ? ഐ ലവ് യു. എടാ, മര്യാദയ്ക്ക് ഫോൺ വെക്കടാ തെണ്ടി. ഉമ്മ. സ്റ്റുപ്പിഡ് ഫെലോ. ചേച്ചി, എനിക്കൊരു ഡൗട്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ രജനീകാന്ത്? ഒരു പക്ഷെ അവനായിരിക്കോ? ഡാ, യാരാ അത്? നീയല്ലേ എനിക്ക് റോങ് കോൾ ചെയ്തേ? റാങ്കാൾ? എന്നെ റാങ്കാൾ? അറിയില്ലല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ നമ്മെ. കൊള്ള കഴിവേരുടെ മോനെ. ഹലോ, സുഖാണോ? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. അയ്യേ. ഒരു പാട്ട് പാടുന്നേ. നിന്റെ അമ്മയുടെ എന്റെ വീട്ടിലിരുന്നോണ്ട് എന്നെ തന്നെ ലൈൻ അടിക്കടാ. ഇവിടെ ഇന്നിവനെ ബാല. എന്താ? ആ റൂമിലില്ല പന്ന പാണ്ടി. അവനെ ഇന്ന് കൊന്നേ പറ്റൂ. ഞാനും അതിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഉവ്വെന്ന് പറ. അണ്ണം പോയതും തട്ടിയേക്കാം. ചേച്ചി, അവൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തമിഴ് പഠിക്കാം. ആദ്യം നീ മലയാളം പറയാൻ പഠിക്ക്, എന്നിട്ട് മതി തമിഴൊക്കെ ഉണ്ടാക്കുന്നത്. അണ്ണം വരുത്തുണ്ട്. പെട്ടെന്ന് വയറങ്ങ്. അണ്ണം പോയിക്കോ, ഞാൻ പുറകെ വരാം. ഡാ, പെട്ടെന്ന് പോടാ. ഡാ, സാധനം എടുക്കടാ. ഡാ, ഇന്നവനെ കണ്ടെത്തുണ്ടാക്കണം. ഇന്നവൻ രക്ഷപ്പെടാൻ പാടില്ല. അയ്യോ നമ്മെ. എന്താ എല്ലാരും കൂടെ? എന്താ മോളെ? എല്ലാരും കൂടെ ചേർന്ന് കൊല്ലാനുള്ള പരിപാടിയാണോ? ഇവൻ എപ്പോഴും എന്നെ ലൈൻ അടിച്ചോണ്ടിരിക്കുക. അണ്ണന്റെ അനിയത്തെ തന്നെ ലൈൻ അടിക്കണോടാ. ഇത് വെറും ട്രെയിലറാ. ഫുൾ പടം കാണുന്ന ഷൂ ഒന്ന് നോക്ക്. അടുത്ത് വരുന്നവന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ പാടാ. ഞാൻ മരിക്കുന്നതിന് മുൻപ് 5 എണ്ണത്തിന്റെ തല ഇവിടെ കിടക്കും. ഇവനാരെങ്കിലും അടിച്ചായിരുന്നോ? ഇവന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചോന്നാ ചോദിച്ചേ. മോളെ, ഇതെന്താ വാളുമായിട്ട്? വിളിപ്പോ. ഓടാ വെളിയിലെ. എടാ കൊച്ചു കഴിവേറി, വായ അടച്ചതിനൊക്കെ മിണ്ടാതിരുന്നൂടെ? ഈ പോക്കാണെങ്കിൽ അവരെന്നെ വാളെ കുത്തി നിർത്തും. നിങ്ങൾ വരാതിരുന്നെങ്കിൽ എന്നെ അവന്മാരെ കൊന്നു കൊലവിളി നടത്തിയെന്നെ. സ്വന്തം ചിന്നു തന്നെ എന്നെ കൊല്ലാൻ നോക്കുക. നീ എപ്പോഴെങ്കിലും ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എടാ പരമ നാറി. പിന്നെ എങ്ങനെയാടാ നീ അവരെ എന്നെ കൊല്ലാന്ന് പറഞ്ഞ് പണം വാങ്ങിയത്? അത് തന്നെ എനിക്കും മനസ്സിലാവാത്ത. നീ സാധാരണ മണ്ടനല്ല, തിരുമണ്ടൻ. അത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതും നിങ്ങളടുത്ത് വരാൻ കാരണം.